പാലക്കാട് ജില്ലാ BJP അധ്യക്ഷൻ പ്രശാന്ത് ശിവനാണ്. നമസ്കാരം. ഇവിടുത്തെ മണ്ഡലത്തിലെ വികസന കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ മുൻപുണ്ടായിരുന്ന MLA-ക്കും ഇപ്പോഴുണ്ടായിരുന്ന MLA-ക്കൊക്കെ സാധിക്കുന്നു. ശ്രീ ഷാഫി പറമ്പിൽ പറഞ്ഞൊരു വാചകമുണ്ട്, പാലക്കാട്ടുകാർക്ക് ഇനി തല കുനിക്കേണ്ട സാഹചര്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. തല കുനിക്കേണ്ട സാഹചര്യം ഉണ്ടായില്ല, പക്ഷെ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട സാഹചര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വരുത്തി വെച്ചിരിക്കുന്നത്. ഈ പാലക്കാട്ടുകാർക്ക് ചെയ്തു കൊടുത്ത ഏതെങ്കിലും ഒരു സിംഗിൾ പ്രൊജക്ട് അദ്ദേഹത്തിന് കാണിച്ചു തരാനായിട്ട് സാധിക്കും. അദ്ദേഹം ചെയ്ത പ്രൊജക്ടുകൾ മറ്റു പലതും ഉണ്ട്, അത് പാലക്കാട്ടുകാർക്ക് പ്രത്യേകിച്ച് കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കില്ല. കാരണം അത് പുറത്തു പറയാൻ പറ്റാത്ത പ്രൊജക്ടുകളാണ് അദ്ദേഹം പലതും ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട്സ് സിനിമയിൽ ശ്രീനിവാസിനെ എങ്ങനെയാണോ വെളുപ്പിക്കാൻ ശ്രമിച്ചത്, അതിന്റെ 10 ഇരട്ടിയിലധികമായിട്ടാണ് ഇവിടെ വെളുപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് അദ്ദേഹത്തിനെ. ഒരു വേളയിൽ പറഞ്ഞിരുന്നു, ഞങ്ങളുടെ പാർട്ടി ഓഫീസിന്റെ മുന്നിലേക്ക് എങ്ങാനും പ്രതിഷേധമായി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കായികപരമായി നേരിടും. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള സജ്ജം ആയി കഴിഞ്ഞോ BJP? കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഏറ്റവും അവസാനത്തെ ശബരിമല കൊള്ള ഉൾപ്പെടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലേ അത് കോൺഗ്രസിന്റെയും CPM-ന്റെയും നേതാക്കന്മാർ മുഴുവൻ ചോദ്യമുനയുടെ മുൻപിൽ നിൽക്കും. യുവ നേതാവ് എന്ന നിലയിലേക്ക് എന്ത് സന്ദേശമാണ് കൊടുക്കാനുള്ളത്? എല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റാവുന്ന രീതിയിൽ പാലക്കാടിനെ ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ BJP-യുടെ ഭാഗത്തുനിന്ന് വലിയ ശ്രമങ്ങളുണ്ടാകും.